മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കഴിഞ്ഞ ദിവസത്തെ പ്രസംഗമാണ് ഇപ്പോൾ വാർത്തയിൽ നിറഞ്ഞു നിൽക്കുന്നത്. അദ്ദേഹത്തിന്റെ മുഖഭാവം, ശരീരഭാഷ ഇതൊക്കെ ഒരുപാട് മാറിയിരിക്കുന്നു, സൗമ്യനായിരിക്കുന്നു. സാധാരണ മൈക്ക് ചീറിയാൽ പോലും, മൈക്കൊന്ന് ചിണുങ്ങിയാൽ പോലും ദേഷ്യപ്പെടാറുള്ള അദ്ദേഹം ഇന്നലെ മൈക്ക് ഓപ്പറേറ്ററെ വളരെ സ്നേഹത്തോടു കൂടി അടുത്ത് വിളിച്ച് ഇതൊന്ന് ഒരല്പം പുറകിലേക്ക് നീക്കി വെക്കാമോ എന്ന് ചോദിച്ചു. അതിനുശേഷം എല്ലാം ശരിയായി എന്ന് ചിരിക്കുകയും ചെയ്തു. ഇത് അദ്ദേഹത്തിൻ്റെ മനസ്സിനുള്ളിലുണ്ടായിരുന്ന പ്രതിസന്ധി തരണം ചെയ്യുവാനുള്ള സൂത്രവാക്യങ്ങൾ, സമവാക്യങ്ങൾ, സമവായം ഒക്കെ അദ്ദേഹം കണ്ടെത്തി എന്നതിൻ്റെ സൂചനയായി വേണം കരുതാൻ. അദ്ദേഹം സമ്മർദ്ദത്തിലായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഇന്നലെ പൊട്ടിത്തെറിച്ചേനെ. കാരണം വിഷയങ്ങൾ അത്രമാത്രമുണ്ട്. PV അൻവറിൻ്റെ ആരോപണങ്ങൾ ചെന്നുകൊള്ളുന്നത് മുഖ്യമന്ത്രിയുടെ നെഞ്ചത്താണ്. അതുപോലെ പി ശശി, MR അജിത് കുമാർ, ഇവർക്കെതിരെയുള്ള ആരോപണങ്ങൾ. MR അജിത് കുമാർ RSS നേതാക്കളെ കണ്ടുവന്നത്, ഈ അജിത് കുമാറിനെ സംരക്ഷിക്കുന്നത് മുഖ്യമന്ത്രിയാണെന്നുള്ള ആരോപണം. പ്രത്യേകിച്ച് ഘടകകക്ഷികളിൽ CPI ഇതിന് ശക്തമായ എതിർപ്പുമായി നിൽക്കുന്നു. ആ സമയത്ത് മുഖ്യമന്ത്രി സ്വാഭാവികമായും മൈക്കിൻ്റെ കാര്യത്തിലൊക്കെ പൊട്ടിത്തെറിക്കേണ്ടതായിരുന്നു. പക്ഷേ ഇതിൽ അദ്ദേഹം വളരെ ചിരിച്ച് സൗമ്യനായി പറയുകയായിരുന്നു. അതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാമെന്ന് ചോദിച്ചാൽ, അദ്ദേഹത്തിൻ്റെ ഈ പ്രതിസന്ധികളൊക്കെ തരണം ചെയ്യാനുള്ള സൂത്രവാക്യം, സമവാക്യം അദ്ദേഹത്തിന് ലഭിച്ചു എന്ന് തന്നെയാണ്. അതെങ്ങനെയൊക്കെ ആകും എന്ന് നൽകുന്ന സൂചനയായിരുന്നു ഇന്നലത്തെ പ്രസംഗത്തിലെ ചില വാക്കുകൾ. RSSകാരെ കടന്നാക്രമിക്കുന്ന തരത്തിലായിരുന്നു മുഖ്യമന്ത്രി ഇന്നലെ പറഞ്ഞത്. RSSുമായി ബാന്ധവമുള്ളത് കോൺഗ്രസിനാണ്. കെ സുധാകരൻ്റെ കാര്യമൊക്കെ പറഞ്ഞു. ശാഖയ്ക്ക് കാവൽ നിന്ന വ്യക്തിയാണ് കെ സുധാകരൻ. അതുപോലെ രാജസ്ഥാനിൽ രാജ്യസഭാ സീറ്റ് കോൺഗ്രസ് നഷ്ടമായപ്പോൾ അവിടെ നിന്ന് BJP നേതാവ് എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടു. കോൺഗ്രസ് അവിടെ സ്ഥാനാർത്ഥിയെ നിർത്തിയതുപോലുമില്ല. അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ അക്കമിട്ട് നിരത്തിയാണ് കോൺഗ്രസിനെ അദ്ദേഹം ആക്രമിച്ചത്. എന്നിട്ട് പറഞ്ഞു, RSSുമായി യാതൊരു സന്ധി സംഭാഷണത്തിലും സന്ധിക്കും താനില്ല, തൻ്റെ പാർട്ടിയുമില്ല. കാരണം മറ്റൊന്നുമല്ല, RSSകാർ ഏറ്റവും അധികം കൊന്നൊടുക്കിയത് കമ്മ്യൂണിസ്റ്റുകാരെയാണ്. കമ്മ്യൂണിസ്റ്റുകാർ അവരെ ചെറുക്കുന്നവരാണ്, പ്രതിരോധിക്കുന്നവരാണ്. അതുകൊണ്ട് RSSുമായി യാതൊരു ബാന്ധവുമില്ല. രാഷ്ട്രപിതാവിനെ കൊന്ന സംഘടനയാണ് RSS. അവരുമായിട്ട് യാതൊരു ബാന്ധവത്തിനും CPM ഇല്ല. CPM അവർക്കെതിരെ പൊരുതുന്ന ആളുകളാണ്. അതെല്ലാവർക്കും പകൽ പോലെ അറിയാമെന്ന് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ ആ പറച്ചിലിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം, RSSുമായി ചങ്ങാത്തമുള്ള, ഊഴം വച്ച് RSS നേതാക്കളെ കാണുന്ന ഉദ്യോഗസ്ഥരെന്നാണ് MR അജിത് കുമാറിനെ ബിനോയ് വിശ്വം കളിയാക്കിയത്. അത് ഊഴം വച്ച് RSS നേതാക്കളെ പോയി കാണുന്ന ആളിനെ എത്രമാത്രം സംരക്ഷിക്കുന്നുണ്ട് താൻ, അല്ലെങ്കിൽ താൻ സംരക്ഷിക്കുന്നില്ല എന്ന് വ്യക്തമാക്കുന്നതായിരുന്നു ആ പ്രസംഗം. തനിക്ക് ആരെയും സംരക്ഷിക്കേണ്ട ആവശ്യമില്ല എന്ന് തുറന്നു പറയുന്നത് പോലെയായിരുന്നു ഇന്നലത്തെ പ്രസംഗത്തിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുക. അതുപോലെ തന്നെ MR അജിത് കുമാർ അവധി അപേക്ഷ നൽകിയിട്ട് പിൻവലിച്ചു. 14 മുതൽ 17 വരെ ആയിരുന്നു അദ്ദേഹം അവധിക്ക് അപേക്ഷ നൽകിയിരുന്നത്. സർക്കാർ അവധി അനുവദിക്കുകയും ചെയ്തിരുന്നു. ചെന്നൈയിലേക്ക് കുടുംബസമേതം ഒരു സ്വകാര്യ യാത്ര എന്നാണ് അദ്ദേഹം പറഞ്ഞിരുന്നത്. അദ്ദേഹം ആ അവധി പിൻവലിച്ചു. ആ അവധി പിൻവലിക്കാനുള്ള കാരണം പോലീസ് തലപ്പത്തുണ്ടായ അഴിച്ചുപണിയാണ്. മലപ്പുറത്ത് നിന്ന് ഒന്നടങ്കം അടപടലം പോലീസുകാരെ മാറ്റി. അപ്പോൾ PV അൻവറിന് പറയാം, ഒരു പൊൻതൂവൽ കൂടി കിട്ടി, താൻ പറഞ്ഞ എല്ലാവരെയും മാറ്റി എന്ന് വേണമെങ്കിൽ പറയാം. എന്നാൽ അങ്ങനെയല്ല, ഇതൊരു അടവ് നയമാണെന്ന് വേണമെങ്കിലും വ്യാഖ്യാനിക്കാം. അജിത് കുമാറിനെ നിലനിർത്തിക്കൊണ്ട് മറ്റുള്ളവരെ തലപ്പത്ത് നിന്നൊക്കെ മാറ്റിയാൽ, അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഷഫിൾ ചെയ്ത് കഴിഞ്ഞാൽ, പോലീസ് തലപ്പത്ത് മാറ്റങ്ങൾ വരുത്തിയിരിക്കുന്നു എന്നൊരു പരിവേഷം ഉണ്ടാക്കാൻ കഴിയും. അജിത് കുമാർ അവിടെ തുടരുകയും ചെയ്യും. ഏതായാലും മുഖ്യമന്ത്രിയുടെ ഇന്നലത്തെ പ്രസംഗം ഒരുപാട് കാര്യങ്ങളിലേക്ക് വിരൽ ചൂണ്ടുന്നതായിരുന്നു. അത് എന്തൊക്കെയാണെന്ന് വരും ദിവസങ്ങളിലെ രാഷ്ട്രീയ കേരളം തെളിയിക്കട്ടെ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി യോഗനാഥം ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.